ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ലാഹോറിലെ ലുനാറ്റിക് അസൈലത്തിലാണുള്ളത് അല്ലേ, ഭ്രാന്താലയത്തിലാണുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ചതിന് ശേഷം രണ്ട് സർക്കാരുകളും തമ്മിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങളിലെയും ഉള്ള സിവിൽ പ്രിസണേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ രണ്ട് നാട്ടിലും രണ്ട് രാജ്യങ്ങളിലുമുള്ള ഭ്രാന്താലയങ്ങളിലെ ആളുകളെ പരസ്പരം കൈമാറാൻ വേണ്ടി തീരുമാനമെടുക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്തുള്ള എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഭ്രാന്തുണ്ടായത് എന്നുള്ള കാര്യം മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം ഭ്രാന്തന്മാരെയും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുള്ള ഹിന്ദു സിഖ് ഭ്രാന്തന്മാരെ മുഴുവൻ ഇന്ത്യയിലേക്കും കൈമാറാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഇനി ഇവിടെ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം ഈ ഭ്രാന്തന്മാർക്കിടയിലുള്ള ചർച്ചകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട് എന്താണ്, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ പാകിസ്ഥാൻ. കാരണം ഇവർക്ക് സംബന്ധിച്ച് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പറയുന്നുണ്ട് ബ്ലേഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു ഇൻസിഡൻറ്റ് നോക്കാം. എ സിഖ് ലുനാറ്റിക് ആസ്ക്ഡ് അനദർ സിഖ്, സർദാർജി, വൈ ആർ വി ബീയിങ് സെൻറ്റ് ടു ഹിന്ദുസ്ഥാൻ, വി കാൺ ഈവൻ സ്പീക്ക് ദെയർ ലാംഗ്വേജ്. രണ്ട് സിഖ് ഭ്രാന്തന്മാരായിട്ട് രണ്ട് ആളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഇവരോട് അറിയിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരാൾ സിഖ് ലുനാറ്റിക്, ഒരു സിഖ് ഭ്രാന്തൻ, ആസ്ക്ഡ് അനദർ സിഖ്, സർദാർജി, വൈ ആർ വി ബീയിങ് സെൻറ്റ് ടു ഹിന്ദുസ്ഥാൻ, നമ്മൾ എന്തിനാണ് ശരിക്കും ഇന്ത്യയിലേക്ക് ഹിന്ദുസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത്. വി കാൺ ഈവൻ സ്പീക്ക് ദെയർ ലാംഗ്വേജ്, നമ്മളെ സംബന്ധിച്ച് അവരുടെ ഭാഷ പോലും നമുക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ബട്ട് ഐ നോ ദ ലാംഗ്വേജ് ഓഫ് ഹിന്ദുസ്ഥാനീസ്, ദ ഫസ്റ്റ് വൺ ഇൻ്റർജെക്റ്റഡ് വിത്ത് എ സ്മൈൽ. അപ്പോൾ ആദ്യം ചോദിക്കപ്പെട്ട ആ സിഖുകാരൻ പറഞ്ഞു, ഐ നോ ദ ലാംഗ്വേജ് ഓഫ് ഹിന്ദുസ്ഥാനീസ്, ഇന്ത്യക്കാരുടെ ഭാഷ എനിക്കറിയാം. ദെൻ ആഡിങ്, ഹിന്ദുസ്ഥാനീസ് ആർ ഡെവിളിഷ്, ദേ സ്ട്രട്ട് അബൌട്ട് ഹോഫ്റ്റ്ലി. പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഹിന്ദുസ്ഥാനികൾ, ഇന്ത്യക്കാർ മുഴുവൻ ഡെവിലിഷാണ്, പൈശാചികരാണ്, പിശാചുക്കളാണ്. ദേ സ്ട്രട്ട് മീൻസ് അവർക്ക് ഭയങ്കര അഹംഭാവത്തോടുകൂടി നടക്കുന്ന ആളുകളാണ്. അബൌട്ട് ഹോഫ്റ്റ്ലി, വളരെ മര്യാദയില്ലാതെ അഹംഭാവത്തോടു കൂടി നടക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ എന്ന് എനിക്കറിയാം എന്ന് മറ്റേ സിഖുകാരൻ പറയുകയാണ്. ഇനി അതിനുശേഷം വേറൊരു ഇൻസിഡൻറ്റിലേക്ക് പോവുകയാണ്. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എ ബാത്ത് വൺ മോർണിംഗ് ആൻ ഇൻമേറ്റ് ഷൗട്ടഡ് പാകിസ്ഥാൻ സിന്ദാബാദ് so loudly that he slipped on the floor and fainted. വേറൊരു ഭ്രാന്തൻ, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബാത്ത് വൺ മോർണിംഗ്, when he was taking bath one morning, he was shouting like പാകിസ്ഥാൻ സിന്ദാബാദ്. ഒരു രാവിലെ തന്നെ ഇയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. കുളിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറയുന്നു. സോ ലൗഡ്ലി, ഭയങ്കര ശബ്ദത്തിലാണ്. ദാറ്റ് ഹി സ്ലിപ്ഡ് ഓൺ ദ ഫ്ലോർ. അങ്ങനെ അന്തം വിട്ടിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നതിൽ പെട്ടെന്ന് ഇയാൾ ഫ്ലോറിൽ സ്ലിപ്പായി വീണു ആൻഡ് ഫെയിൻറ്റഡ്. എന്നിട്ട് ഇയാളെ ബോധം പോവുകയുണ്ടായി. ഇതാണ് മറ്റൊരാൾ. ഈ ലുനാറ്റിക് അസൈലത്തിലുണ്ടായ ഓരോരുത്തരുടെയും സിറ്റുവേഷനുകളെ കുറിച്ച് പറയാണ്. ഇനി വേറെ കുറച്ച് ആളുകളുണ്ട്. സം ഓഫ് ദി ഇൻമേറ്റ്സ് വെർ നോട്ട് ഡിറേഞ്ച്ഡ് അറ്റ് ഓൾ. ഇനി മറ്റു ചിലരെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഭ്രാന്താലയത്തിലെ താമസക്കാരിൽ തന്നെ ചില ആളുകൾ, ദേ വേർ നോട്ട് ഡിറേഞ്ച്ഡ് അറ്റ് ഓൾ, ഇവർക്ക് ഭ്രാന്തൊന്നുമില്ല. മെനി ഓഫ് ദം വേർ മർഡറേഴ്സ്, അതിൽ മിക്ക ആളുകളും കൊലപാതകം ചെയ്ത ആളുകളാണ്. ഹൂസ് റിലേറ്റീവ്സ് ഹാഡ് ബ്രൈബ്ഡ് ദ അസൈലം അതോറിറ്റീസ്, ഈ കൊലപാതകികളായിട്ടുള്ള ആളുകൾ, ഭ്രാന്തന്മാരല്ലാത്ത ആളുകളെ ഈ അസൈലത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്?
അവരുടെ റിലേറ്റീവ്സ് ഈ അസൈലം അതോറിറ്റിക്ക്, അതായത് ഇതിൻ്റെ ഭരണ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ബ്രൈബ് കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളത്. എന്തിനാ? ടു കീപ് ദം ദർ സോ ദാറ്റ് ദേ വുഡ് ബി സേഫ് ഫ്രം ദ ഹാങ്മാൻസ് ന്യൂസ്. തൂക്കിക്കൊല്ലുന്ന ആളുടെ കൊലക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവരെ വളരെ സേഫായിട്ട് ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പല ആളുകൾക്കും ഇതിൽ ഭ്രാന്തില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന അസൈലത്തിൽ കൊണ്ടുവന്ന് ചേർത്തതാണ്. എന്തിനു വേണ്ടിയിട്ട്? കൊലക്കാരെന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇവർ ഭ്രാന്തന്മാരാണ് എന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദീസ് മെൻ ഹാഡ് സം ഐഡിയ ഓഫ് വാട്ട് വാസ് ഗോയിങ് ഓൺ. ഈ പറയപ്പെട്ട ആളുകൾക്ക് ചെറിയൊരു ധാരണയുണ്ട് എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ന്യൂ സംതിങ് അബൌട്ട് പാകിസ്ഥാനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലൊക്കെ അറിയാം. ഓക്കെ, ബാക്കിയുള്ളത് ഭ്രാന്തന്മാരാണ്. അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് കേട്ടാൽ പലർക്കും പല രീതിയിലുള്ള ഇമോഷൻസാണുള്ളത്. ഇവരെ സംബന്ധിച്ച് ഇവർ ശരിക്കും ഭ്രാന്തില്ലാത്തവരാണ്, പക്ഷെങ്കിൽ കൊലപാതകികളാണ്. അവർക്ക് പാകിസ്ഥാൻ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് ദേ ഡിഡ് നോട്ട് ഹാവ് ഓൾ ദ ഫാക്ട്സ്. പക്ഷെ ശരിക്കും മുഴുവൻ ഫാക്റ്റുകളും അവർക്ക് അറിയില്ല. നോട്ട് മച്ച് കുഡ് ബി അസൈറ്റൻഡ് ഫ്രം ന്യൂസ് പേപ്പർ അലോൺ. And since the guards on duty were illiterate for the most part, little information could be gained by talking to them. പത്രവായനയിലൂടെ മാത്രം ഇവർക്ക് ഈ പാകിസ്ഥാനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഈ ഗാർഡ്സുകൾ, സെക്യൂരിറ്റി ഗാർഡ്സ്, ദേ വർ ഇല്ലിറ്ററേറ്റ്. അവരെ സംബന്ധിച്ച് അവരൊക്കെ ഇല്ലിറ്ററേറ്റ് ആണ്, എഴുത്തും വായനയും അറിയാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ കയ്യിൽ നിന്നും അവരുമായി സംസാരിച്ചതിൽ നിന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്താ പാകിസ്ഥാൻ എന്താണെന്നൊക്കെ അവർക്ക് അറിയാമെന്ന് പറഞ്ഞു. ഓൾ ദ ന്യൂ വാസ് ദാറ്റ് ദർ വാസ് എ മാൻ മുഹമ്മദ് അലി ജിന്ന. അവർക്ക് ആകെ അറിയുന്ന കാര്യം മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഹു വാസ് നോൺ ആസ് കായിദ് അസം എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. And that he had founded for the Muslims a separate country called Pakistan. അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് രാജ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ എന്നാണ് എന്ന വിവരം ഇവർക്കറിയാം. വേർ വാസ് പാകിസ്ഥാൻ? പക്ഷേ ഈ പാകിസ്ഥാൻ എവിടെയാണ്? വേർ ഇറ്റ്സ് ബൗണ്ടറീസ്, ഇതിൻ്റെ അതിർത്തികൾ എവിടെയാണ്? ദേ ഡിഡ് നോട്ട് നോ. ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അസൈലത്തിലുള്ള ആളുകൾ പാകിസ്ഥാൻ എന്ന് കേൾക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പുതിയൊരു സങ്കല്പം, ഒരു കോൺസെപ്റ്റാണ്. ഇത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ല. പലരും പലതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ആളുകൾ ബ്ലേഡ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ബുദ്ധിയുള്ള കുറച്ച് ആളുകൾ, കൊലപാതകികളായ കുറച്ച് ആളുകൾ, അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന കായിദെ അസം എന്ന വിളിപ്പേരുള്ള ഈ ഒരു മനുഷ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു രാജ്യമുണ്ടാക്കിയതാണ് പാകിസ്ഥാൻ എന്ന് മാത്രം അറിയാം. പക്ഷേ വേർ ഈസ് ദിസ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ വാട്ട് വേർ ഇറ്റ്സ് ബൗണ്ടറീസ്, ഇതെവിടെയാണ് അല്ലെങ്കിൽ എവിടുന്ന് മുതലാണ് ഇതിൻ്റെ ബൗണ്ടറികൾ ആരംഭിക്കുന്നത്, ഇതൊന്നും ഇവർക്കറിയില്ല. ഓക്കെ, for this very reason all the inmates who were altogether mad found themselves in a quandary. They could not figure out whether they were in Pakistan or in India. And if they were in Pakistan, then how was it possible that only a short while ago they had been in India when they had not moved from asylum at all? അപ്പോൾ ഇവരെ സംബന്ധിച്ച് they were confused. ഈ ഭ്രാന്തന്മാരൊക്കെ കൺഫ്യൂഷനായി കിടക്കുകയാണ്. കാരണം they could not figure out whether they were in Pakistan or in India. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ ഇന്ത്യക്കാരാണോ പാകിസ്ഥാൻകാരാണോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇവർക്ക് കിട്ടുന്നില്ല. കാരണം അവരിത്രയും കാലം ഇന്ത്യയിലായിരുന്നു. പെട്ടെന്ന് ആളുകൾ പറയുന്നു ഞങ്ങൾ പാകിസ്ഥാനിലെത്തി എന്നൊക്കെ. എന്നിട്ട് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്താണ്? അവരെ സംബന്ധിച്ച് ഇവിടെയുള്ള ഭ്രാന്തന്മാർക്കൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇഫ് ദേ വേർ ഇൻ പാകിസ്ഥാൻ,
ഇനിയിപ്പോൾ അവർ നിൽക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ then how was it possible that only a short while ago they had been India when they had not moved from the asylum at all? അവർ ചോദ്യം വളരെ പ്രസക്തമാണ്. അസൈലത്തിൽ നിന്നും ഇന്ത്യയിലുണ്ടായിരുന്ന അസൈലത്തിൽ നിന്നും ഒരു ചലനവും സംഭവിക്കാതെ പെട്ടെന്ന് അവരെങ്ങനെ പാകിസ്ഥാനായി മാറി അല്ലെങ്കിൽ പാകിസ്ഥാനിലെത്തി? ഇതൊരു വലിയ ചോദ്യമാണ്. How was it possible that only a short while ago they had been India? വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവർ ഇന്ത്യക്കാരായിരുന്നു. Then when they had not moved from the asylum at all, ഈ അസൈലത്തിൽ നിന്നും യാതൊരു ചലനവും സംഭവിക്കാതെ പിന്നെ എങ്ങനെ അവർ പാകിസ്ഥാനിലെത്തി? പെട്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്, 2 രാജ്യങ്ങളായിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും, ഹിന്ദുക്കൾ അങ്ങോട്ട് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരാകെ കൺഫ്യൂഷനായി കിടക്കുകയാണ് ഈ അസൈലത്തിൻ്റെ ഉള്ളിൽ. ദെൻ ഇനി മറ്റൊരു ഭ്രാന്തനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർ വൺ ലുനാറ്റിക്, ഒരു ഭ്രാന്തൻ. ദ എൻ്റയർ ഇഷ്യൂ ഓഫ് ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ റിഗ്മറോൾ. ഈ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ എന്നുള്ള ഈ ഒരു സംസാരം റിസൾട്ടഡ് ഇൻ ഫർദർ ഡിസോറിയൻറ്റേഷൻ. ഇത് ഇയാളിൽ വീണ്ടും കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആളുകളൊക്കെ പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ അങ്ങനെ പറയുമ്പം ഈ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഈ ഒരു സംസാരം ഇത് ഇയാൾക്ക് വല്ലാത്ത പ്രശ്നമുണ്ടായി. വൺ ഡേ വൈൽ ഹി വാസ് സ്വീപ്പിംഗ് ദ ഫ്ലോർ, ഒരു ദിവസം ഇയാൾ ഫ്ലോർ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഹി സഡൻലി സസ്പെൻഡഡ് ഹിസ് ടാസ്ക്, ഹി സഡൻലി സ്റ്റോപ്ഡ് ഹിസ് ടാസ്ക്, ഹിസ് ജോബ്, ഹിസ് സ്വീപ്പിംഗ്, ഇയാളുടെ അടിച്ചുവാരൽ അവസാനിപ്പിച്ചു. ആൻഡ് ക്ലൈംഡ് ഓൺ ടു എ ട്രീ, എന്നിട്ട് ഇയാൾ നേരെ ഒരു മരത്തിൽ കയറി. വേർ ഹി റിമൈൻഡ് ഫോർ നിയർലി 2 hours, അവിടെ ഏകദേശം ഹി സ്റ്റേയ്ഡ് ഓൺ ദിസ് ട്രീ ഫോർ 2 hours, 2 മണിക്കൂറോളം ഈ മരത്തിൽ കയറിയിരുന്നു ഇയാൾ. ഡ്യൂറിങ് ദാറ്റ് ടൈം ഹി ലെക്ചേർഡ് എക്സ്റ്റെൻസീവ്ലി ആൻഡ് നോൺ സ്റ്റോപ്പ് on the matter of Pakistan versus Hindustan. He was giving lecture about the topic on the matter Pakistan versus Hindustan. ഇയാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നിർത്താതെ പ്രസംഗിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട്, വളരെ എക്സ്റ്റെൻസീവായിട്ട്, നോൺ സ്റ്റോപ്പായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് പാകിസ്ഥാനെയും അതുപോലെ ഹിന്ദുസ്ഥാനെയും കുറിച്ചിട്ട്. ഈ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് ഇയാൾ നിൽക്കാതെ തോരാതെ സംസാരിക്കുന്നുണ്ട്. When ordered by the guards to come down, he climbed higher still. കുറച്ച് കഴിഞ്ഞപ്പോൾ the guards came there and the guards ordered him to come down. താഴെ വരാൻ വേണ്ടി പറഞ്ഞു ഇയാളോട്. He climbed higher and higher. ഇയാൾ മേലോട്ട് കയറിപ്പോയി. താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇയാൾ മേലേക്ക് കയറിപ്പോയി. When threatened with force, അങ്ങനെ ശക്തി ഉപയോഗിച്ചിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ he said, I want to live neither in Pakistan nor in Hindustan. ഇയാൾ പറഞ്ഞു, എനിക്ക് ഹിന്ദുസ്ഥാനും വേണ്ട പാകിസ്ഥാനും വേണ്ട, ഐ വിൽ ലിവ് ഓൺ ദിസ് ട്രീ, ഞാൻ ഈ മരത്തിൽ ജീവിച്ചോളാം. ഇതൊക്കെ അതായത് സ്വന്തം കൂട്ടുകാരെ വിട്ടിട്ട് പോവേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിഷമാവസ്ഥയിൽ ചെയ്യുന്നതാണ്. സ്വന്തം നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവേണ്ടി വന്നതിൽ ഉള്ള വിഷമം ആലോചിച്ചിട്ട് ചെയ്ത സംഗതിയാണത്. അതായത് ഞാൻ എവിടേക്കുമില്ല, ഞാൻ ഇന്ത്യയിലേക്കുമില്ല പാകിസ്ഥാനിലേക്കുമില്ല, എനിക്ക് ഇവിടെ ഈ മരത്തിൽ ജീവിച്ചോളാം ഞാൻ എന്ന് ഇയാൾ വിളിച്ചു പറയുകയാണ്. Then he descended from the tree when his fever cooled somewhat. ഇയാളുടെ ഈ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ ഒരു ചൂട് ഏകദേശം തണുത്തപ്പോൾ ഇയാൾ ഇറങ്ങി വന്നു. He climbed down from the tree and embracing his Hindu and Sikh friends, and he was hugging the Hindu and Sikh friends. ഇയാൾ ഹിന്ദു സിഖ് കൂട്ടുകാരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുക. അപ്പോൾ ഇയാൾ മുസ്ലിം ആവണം. ആൻഡ് ഹി ക്രൈഡ് ബിറ്റർലി, എന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇയാൾ ഇരുന്ന് കരയാണ്. കാരണം ഹി ഈസ് ഗോയിങ് ടു മിസ് ഓൾ ഹിസ് ഹിന്ദു ആൻഡ് സിഖ് ഫ്രണ്ട്സ് സൂൺ, അല്ലേ? വൈകാതെ ഇവരൊക്കെ നഷ്ടപ്പെടാൻ പോവാണ്. അപ്പോൾ ഇതിൽ വല്ലാതെ മനം നൊന്ത് ഇയാൾ ഇരുന്ന് കരയാൻ തുടങ്ങി. ഹി വാസ് സാഡൻഡ് ബൈ ദ തോട്ട് ഓഫ് ദെയർ ഇംപെൻഡിങ് ഡിപ്പാർച്ചർ ടു ഇന്ത്യ. ഹി വാസ് സാഡൻഡ്, ഇയാൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി.
ബൈ ദ തോട്ട് ഓഫ് ദെയർ ഇംപെൻഡിങ് ദ ഫോർത്ത് കമ്മിങ് ഡിപ്പാർച്ചർ ടു ഇന്ത്യ. വരാനിരിക്കുന്ന ഇന്ത്യയിലേക്കുള്ള ആ ഡിപ്പാർച്ചറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇയാൾക്ക് വല്ലാത്ത സങ്കടമായപ്പോൾ അയാൾ ഇരുന്നിട്ട് ഇയാളുടെ ഹിന്ദു അതുപോലെ സിഖ് കൂട്ടുകാരൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങി. ഇതൊക്കെ ആ ഒരു അസൈലത്തിലുണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ കാണിക്കുകയാണ്. ഈ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ആളുകൾക്കുള്ളിലുണ്ടാക്കിയിട്ടുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ആൻഡ് വി വിൽ കം ടു ദ നെക്സ്റ്റ് പാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.